കഴിഞ്ഞ 10 വർഷമായി, ഇപ്പോൾ 10ാമത്തെ വർഷത്തിലാണ്, 10 വർഷമായി കേരളത്തിലെ പ്രതിപക്ഷം, വിശേഷിച്ച് UDF തൊട്ട് BJP, ഇവർ രണ്ടുപേരാകെ വിഷമിക്കുകയാണ്. വളരെയധികം ആരോപണങ്ങൾ അവർ ഉന്നയിച്ച് നോക്കി. അതിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച ആൾ ശ്രീ രമേശ് ചെന്നിത്തലയാണ്. എല്ലാ ദിവസവും ഏതെങ്കിലും NGO അസോസിയേഷൻ്റെ നേതാവ് കൊണ്ട് കൊടുക്കുന്ന ഒരു കംപ്ലൈൻറ്റ് ഇങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി മാത്രം ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല. എന്തുകൊണ്ട് മിണ്ടാട്ടമില്ല? താൻ ഉന്നയിച്ച ഒരു ആരോപണവും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിവുണ്ടാവുകയില്ല, ഓർമ്മയുണ്ടാവുകയില്ല. ആ രീതിയിൽ നിലയ്ക്കാപ്രവാഹമായ ഇഷ്ടംപോലെ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചു കൊണ്ടേയിരുന്നത്. ഒരു ഫലവുമില്ല. അതുകൊണ്ട് അദ്ദേഹം ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി കരയിൽ പോലും നോട്ടമില്ലാതെ NSSൻ്റെ ഹാളുകളിലെല്ലാം കറങ്ങി ഇറങ്ങി നടക്കുകയാണ്. VD സതീശനാണെങ്കിൽ വെറുതെ ഇരിക്കുന്നില്ല. അദ്ദേഹം കിട്ടുന്ന വടിയെല്ലാം എടുത്ത് ആടിച്ചു നോക്കുകയാണ്. ഏറ്റവും അവസാനത്തേത് ശബരിമലയാണ്. ശബരിമല മാത്രമല്ല, എല്ലാ ആരാധനാലയങ്ങളും UDFൻ്റെയും BJPയുടെയും വളരെ ദുർബലമായ ഒരു വശമാണ്. ഉത്സവങ്ങൾ, ആരാധനാലയങ്ങളിലെ ആരാധനകൾ, ഇവയിലെല്ലാം ഇവർ ഇടപെടുകയാണ്. വിശ്വാസികളായ ജനങ്ങളുടെ ദുർബലതയെ ചൂഷണം ചെയ്യുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഈ കൂട്ടങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് എവിടെയെല്ലാം ഒരു പ്രശ്നം കിട്ടുമോ അവിടെയെല്ലാം പോയി തലയിടുകയും അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് പൊക്കിക്കൊണ്ടുവരികയും ചെയ്യും. ആ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തേതാണ് ശബരിമലയിലെ പോറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നം. ആ പ്രശ്നം എന്താണ്? പോറ്റി കട്ടു എന്നുള്ള വസ്തുതയാണ്. പോറ്റി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, ഏതായാലും അത് ഒരു ഭക്തൻ തന്നെയായിരിക്കും, അവിടുത്തെ അന്തേവാസി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ലോകത്താർക്കും തന്നെ സംശയമില്ല. വിശ്വാസിയായിരിക്കും. അവർക്കറിയാം എന്ത് കട്ടാലും അതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അവർക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർ കട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കട്ടേ കള്ളൻ്റെ പോകണേ എന്ന് പറഞ്ഞ് പിണറായി വിജയനെ ചൂണ്ടി പറഞ്ഞ് ഇങ്ങനെ പുറകെ നടന്ന് കല്ലെറിയുക. ഇതാണ് അവരുടെ പരിപാടി. അതും പൊളിഞ്ഞു. ഇപ്പോൾ അടൂർ പ്രകാശിന് പറയേണ്ടി വന്നു, പോറ്റിയ പരിചയമുണ്ട്, അദ്ദേഹവുമായിട്ട് ഞാൻ സോണിയാഗാന്ധിയുടെ അടുത്ത് പോയിരുന്നു. ഇങ്ങനെ ഇപ്പോൾ കൊമ്പസാരിക്കുകയാണ്. സതീശൻ നിർത്തിയ മട്ടില്ല. അദ്ദേഹം അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വിശ്വാസം എന്നത്, ആചാരം എന്നത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് എത്രയോ വലിയ അളവിലാണ് എന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള രണ്ട് കക്ഷികളാണ് UDFിലെയും BJPയിലെയും ഘടകകക്ഷികൾ. അവർ അതിനെ മുതലെടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇങ്ങനെയുള്ള ആളുകളാണ് അവരുടെ സമ്പത്ത്. അത് വിട്ടൊരു കളിയുമില്ല. അത് സുരേഷ് ഗോപി ആയാലും കൊള്ളാം, BJPയുടെ ഏതെങ്കിലും പ്രവർത്തകരായാലും കൊള്ളാം, ഇനി UDFിലെ ഏതെങ്കിലും പ്രവർത്തകരായാലും കൊള്ളാം, അവരെല്ലാവരും ഇതിൽ വളരെ ഒരു പാട്ടിൻ്റെ ഒരു വരി പോലും പാടാൻ അറിഞ്ഞുകൂടാത്ത നമ്മുടെ വിഷ്ണുനാഥും അതുപോലെ തന്നെ വളരെ നിഷ്കളങ്കനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകനൊക്കെ എന്ത് വാശിയോടുകൂടിയാണ് പാടുന്നതും. അപ്പോൾ ആ പാട്ട് ജനങ്ങളെ സ്വാധീനിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആർക്കും ഒരു സംശയവുമില്ല. അതിനുവേണ്ടി എന്ത് കാട്ടായവും കാട്ടക്കൂട്ടാമെന്ന് വന്നിരിക്കുകയാണ്. ഇപ്പം എന്ത് പറ്റി?
ഇപ്പം എന്താണ് പറ്റിയതെന്ന് ജനങ്ങൾ തന്നെ ആലോചിക്കട്ടെ. വസ്തുതകൾ എന്നാണെങ്കിലും പുറത്തു വരും. പണ്ട് ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുപോയി എന്ന് പറഞ്ഞൊരു കഥ ഇവരടിച്ചിറക്കിയിരുന്നു. എന്നിട്ടോ ഒരു തരി സ്വർണം കിട്ടിയോ? ഇല്ലല്ലോ. അതുപോലൊരു ഇറക്കാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക എന്താ തെക്കുമുട്ടൽ ഭരണമില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കറിയാം. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആന കരിമ്പിൽ കാട്ടിൽ കയറിയതുപോലെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് ഒരു കൂട്ടം UDF പ്രവർത്തകരും അതുപോലെ തന്നെ BJP പ്രവർത്തകരും. എന്തെല്ലാം കാര്യങ്ങളോ ദിവസേന പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറയട്ടെ. അപ്പോൾ എങ്ങനെയാണ് ഇവർ ജയിച്ചത്? അതൊരു ചോദ്യമല്ലേ. ജയിച്ചോ? എനിക്ക് സംശയമാണ്. ജയിക്കുകയല്ല, കുതന്ത്രങ്ങൾ പയറ്റി. ആ കുതന്ത്രങ്ങളുടെ ഫലമായിട്ട് ജയിക്കുകയാണ് അവർ ചെയ്തത്. ജയിക്കുന്നത് കുതന്ത്രങ്ങൾ പയറ്റിയുള്ള ജയവും നേരെ ജനങ്ങളുമായിട്ട് സംസാരിച്ചുള്ള ജയവും രണ്ടും വ്യത്യസ്തമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കുതന്ത്രങ്ങളിലൂടെയുള്ള ജയം. എന്തായിരുന്നു ആ കുതന്ത്രം? അത് നമ്മൾ മറ്റത്തൂരിൽ കണ്ടതാണ്. മറ്റത്തൂരിൽ എന്താ കണ്ടത്? അതുതന്നെയാണ് കേരളമെമ്പാടും നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. ആരൊക്കെ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ്? BJPയും UDFിലെ ഘടകകക്ഷികളും തമ്മിൽ. അപ്പോൾ BJPക്ക് ഒരു വാർഡിൽ ജയിക്കാനുള്ള വോട്ട് ചെയ്യണമെന്നില്ല, പകരം ആരെങ്കിലും തോൽപ്പിക്കാനുള്ള വോട്ടുണ്ടാവും. അത് ഉറപ്പാണ്. കാരണം അത്രയ്ക്കധികം മതഭ്രാന്തന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അത് BJP വന്നതിന് ശേഷം ഉയർന്നു വന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ട് ഞാനൊരു ഹിന്ദു മതഭ്രാന്തനാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള തൻ്റെ ആർജിച്ചിട്ടുള്ള കുറച്ച് വ്യക്തികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവരുടെ വോട്ടുണ്ടാവും. അവർ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇല്ലായ്മ ചെയ്യുന്നതിന്, ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യുന്നതിന്, മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരുടെ വോട്ട് വിനിയോഗിക്കുക. അപ്പം ആ ഒരു രീതിയിൽ BJP കോൺഗ്രസിനെയും കോൺഗ്രസ് BJPയെയും ഇവർ പരസ്പരം സഹായിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു, 100% ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, ഈ തട്ടിപ്പ് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ വിജയിച്ചു വരാൻ പോകുന്ന മറ്റാരുമായിരിക്കില്ല, അത് ഇടതുപക്ഷം തന്നെയായിരിക്കും. എന്തുകൊണ്ട്? അവരെന്തെങ്കിലും കാര്യങ്ങൾ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇവർ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നതിന് ആവശ്യമായ കുതന്ത്രങ്ങൾ പയറ്റുക, അതൊക്കെയാണ് അവർ ചെയ്തത്. ഇപ്പോൾ സതീശൻ തന്നെയാണെങ്കിൽ ശബരിമലയ്ക്ക് പോയില്ലേ, കെട്ടുമൊക്കെ എടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ഷേവ് ചെയ്ത് വളരെ കുട്ടപ്പനായിട്ടാണ് പോയത്. ഭക്തി കൊണ്ടാണോ? അല്ല, ഞാൻ വിശ്വാസിയാണ്, എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയല്ലേ അദ്ദേഹം അങ്ങനെ ചെയ്തത്. അതുപോലെ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് വേണ്ടത് എന്താണ്? മനസമാധാനത്തോടെ കേരളത്തിൽ കിടന്നുറങ്ങാൻ കഴിയണം. മതസൗഹാർദ്ദമുള്ള ഒരു നാടായിട്ട് നമ്മുടെ നാട് നിലനിൽക്കണം. അതിനു വേണ്ടിയുള്ള ഒരു അശ്രാന്ത പരിശ്രമം നമ്മളെല്ലാവരും കൂടി നടത്തണം. ഈ ഗവൺമെൻറ് 10 വർഷമായിട്ട് വളരെ ശാന്തമായൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് മതസൗഹാർദ്ദമുണ്ട്, ഒരു കലഹവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളിനെയാണോ നമ്മൾ അധികാരത്തിലേക്കേണ്ടത്, അതോ ഇതേപോലെ കുത്തിത്തിരിപ്പും കുതന്ത്രങ്ങളുമായിട്ട് നടക്കുന്നവരെയാണോ കയറ്റേണ്ടതെന്ന് ആലോചിക്കേണ്ടി വരും. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, അടുത്ത തവണ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഈ കുതന്ത്രങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് വിശ്വാസികൾ ചൂഷണം ചെയ്യപ്പെടുന്ന എവിടെയാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ പടപൊരുതാൻ എല്ലാവരും തയ്യാറാകുന്നില്ലെങ്കിൽ നാം വീണ്ടും മതസൗഹാർദ്ദമില്ലായ്മയിലേക്ക് നടന്നെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. താങ്ക് യു.